എഎൻഎമ്മിന്റെ പാക്കേജിൽ ബാംഗ്ലൂർ മൈസൂർ പോയ ട്രിപ്പിന്റെ തേർഡ് പാർട്ടാണ്. പിള്ളേരെല്ലാം വണ്ടറിൽ ഇറക്കി വിട്ടിട്ട് നമ്മൾ നേരെ നമ്മുടെ വണ്ടികൾ കൊണ്ട് പാർക്കിംഗിൽ പാർക്ക് ചെയ്തു. രാത്രി മൊത്തം വരുന്ന വണ്ടി ഓടിച്ച് ശരത്തനെ നമ്മുടെ റൂമിൽ പറഞ്ഞു വിട്ടിട്ട് ഞാനും ഗോപൻ സ്വാമിയും കൂടെ നമ്മുടെ വണ്ടിക്കകം ഫുള്ള് തൂത്തിറക്കിയിട്ട് വണ്ടിയുടെ ഫ്രണ്ട് കഴുകിയിട്ടു. ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശരത്തനെ വിളിക്കാൻ പോയപ്പോൾ ശരത്തനെ വെട്ടിയിട്ട് വാഴത്തണ്ട് പോലെ കിടക്കുന്ന കിടപ്പാണ് നമ്മൾ കണ്ടത്. പിന്നെ ഞാനും ഗോപൻ സ്വാമിയും മറ്റുള്ള വണ്ടിക്കാരും കൂടെ വണ്ടറിലേക്കകത്തുള്ള ഫുഡ് സ്പോട്ടിൽ തന്നെ പോയി ഓരോ മസാല ദോശ അങ്ങ് പടച്ചു. ശേഷം വണ്ടറിലേക്കകത്ത് തന്നെയുള്ള ഡ്രൈവർമാരുടെ ഡോർമെട്രി പോയി കിടന്ന് ഓരോ ഉറക്കം ഉറങ്ങിയിട്ട് വൈകുന്നേരം അഴിച്ച് കുളിച്ച് കുട്ടപ്പനായിട്ട് മൈസൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിക്ക് അടുത്തേക്ക് പോകും. വൈകുന്നേരം ആയപ്പോൾ നജാത്തിന്റെ പാപ്പം വൻ ഫോമിലാണ്. സാധാരണ ശരത്തനാണ് എല്ലാവരും പിടിച്ചെടുത്തി തള്ളുകഥകൾ പറയുന്നതെങ്കിൽ ഇന്ന് ശരത്തൻ ഉൾപ്പെടെ എല്ലാവരും പിടിച്ചെടുത്തി തള്ളുകഥകൾ പറയുന്നത് എഎൻഎമ്മിന്റെ പാപ്പാനാണ്. കിട്ടിയ കേപ്പിൽ എഎൻഎമ്മിന്റെ സ്കാനിലെ ലൈറ്റ് പണിയും കൂടെ ചെയ്ത് നമ്മളെല്ലാവരും കൂടെ മൈസൂരിലേക്ക് തിരിക്കുകയാണ്. രാവിലെ മുതൽ വണ്ടറിലേക്കകത്തിരുന്ന് കളിച്ച് മറിഞ്ഞ് ക്ഷീണിച്ച് വന്ന പിള്ളേർക്ക് എഎൻഎമ്മിന്റെ വക ഓരോ സ്നാക്സ് ബോക്സ് കൂടി ഈ സമയത്ത് വണ്ടിക്കകത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. വണ്ടറിലേക്കകത്ത് വെച്ച് തന്നെ ഇവന്മാര് ബ്ലോക്ക് ഉണ്ടാക്കി. സ്വന്തമായിട്ടുണ്ടാക്കിയ ബ്ലോക്ക് സ്വന്തമായിട്ട് തന്നെ തരണം ചെയ്ത് കുറച്ച് മുമ്പോട്ട് പോയി എഎൻഎമ്മിന്റെ സ്കാനിൽ പാലം കയറാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ. ആ കാഴ്ചയാണെങ്കിൽ വണ്ടി ഭ്രാന്തന്മാരെ ത്രസിപ്പിക്കുന്ന ഓരോന്നര കാഴ്ച തന്നെയായിരുന്നു. സ്കാനിക്ക് ഇച്ചിരി നീളം കൂടുതലായതുകൊണ്ട് പാലത്തിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടു പോയത്. ബാക്ക് ടയർ തിരിയുന്നതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഈ കാഴ്ചയിലാണ് മനസ്സിലായത്. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ രാത്രിയായപ്പോൾ മൈസൂരിലേക്ക് എത്താറായി. അപ്പോഴാണ് റോഡിൽ തൂക്കിയിട്ടുന്ന ലൈറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇത്രയും നല്ല കാഴ്ചകൾ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെ ഒരാൾ സമാധിയായിരിക്കുകയാണ്. മൈസൂരിലെത്തി 2 ഇഡലി വാങ്ങിച്ചു കൊടുത്താലേ ഇനി ഗോപൻ സ്വാമിക്ക് ആക്റ്റീവ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയ ഈ കലാരൂപം നമ്മൾ ശ്രദ്ധിച്ചത്. കർണാടകയിൽ പിന്നെ ട്രിപ്പിൾസ് വെച്ചാലും ഹെൽമെറ്റ് വച്ചില്ലെങ്കിലും ഒരു പ്രശ്നവും. പക്ഷേ കേരളത്തിലെ ടൂറിസ്റ്റ് ബസ്സുകളെ ഇവിടുത്തെ എംവിഡി ഓടിച്ചിട്ട് പിടിച്ച് ഫൈൻ അടയ്ക്കുന്നതൊക്കെ റെയറാണ്. ഇവിടെ കൈക്കൂലിയാണ് മെയിൻ. അങ്ങനെ വൃന്ദാവൻ കാർഡ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നാട്ടിലെ പല കൊമ്പന്മാരും ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടത്. എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണുന്നതും നേരിട്ട് ആദ്യമായിട്ട് കാണുന്നതുമായിട്ടുള്ള വണ്ടികൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ മൈസൂരിൽ പിള്ളേർ വരുന്നത് സ്ഥലങ്ങൾ കാണാനാണെങ്കിൽ നമ്മൾ വരുന്നത് നമ്മുടെ നാട്ടിലെ കൊമ്പന്മാരെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലുള്ള നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും കാണാൻ വേണ്ടിയിട്ട് എല്ലാം ഫോളോ ചെയ്ത് കൂടെ കൂടണേ.